രോഹിണിയിലും ബി ജെ പിയുടെ ലീഡാണ് ഇപ്പോൾ അല്ലേ? രോഹിണിയിൽ വിജേന്ദ്ര ഗുപ്ത ലീഡ് ചെയ്യുന്നു. ബി ജെ പിയുടെ സംസ്ഥാനത്ത് തന്നെ ഡൽഹിയിലെ തന്നെ പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം ലീഡ് ചെയ്യുകയാണ്. നിലവിൽ സിറ്റിംഗ് MLA ആണ്. ഏതായാലും ആ ലീഡ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ വിജേന്ദ്ര ഗുപ്തയ്ക്ക് തുടരാൻ കഴിയുന്നുണ്ട്. ഡൽഹിയിൽ ബി ജെ പിക്ക് ഒരു മുഖ്യമന്ത്രി മുഖമില്ല എങ്കിൽ പോലും പ്രമുഖരായ നേതാക്കളെല്ലാം ഇല്ലേ പ്രചാരണത്തിൽ പ്രമുഖരായത് പ്രമുഖ സ്ഥാനാർത്ഥികളൊക്കെ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. 13ആയി ബി ജെ പിയുടെ ലീഡ് നില കൂടിയിട്ടുണ്ട്. 8 ആം ആദ്മി പാർട്ടി, 1 സീറ്റിൽ കോൺഗ്രസും ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ 13ൽ 9 ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റിലാണ് ബി ജെ പി ലീഡ് ചെയ്യുന്നത് എന്നതാണ് ഈ തുടക്ക സമയത്തെ ഒരു ട്രെൻഡിന്റെ സൂചനയിലേക്കാണോ വരുന്നത് എന്നത് ഇല്ലേ ആ ഒരു വിലയിരുത്തലിലേക്ക് വരാൻ കാരണം ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും കേജ്രിവാൾ പിന്നിൽ, അതീഷി പിന്നിൽ, മനീഷ് സിസോദിയ 3 പ്രമുഖരായ നേതാക്കളും ആം ആദ്മി പാർട്ടിയുടെ 3 പ്രമുഖ നേതാക്കളും പിന്നിട്ട് നിൽക്കുകയാണ്. ബി ജെ പി ഇപ്പോഴും 13 സീറ്റുകളിൽ ലീഡ് നില അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഓരോ പ്രദേശം തിരിച്ചുള്ള വിവരങ്ങളും വന്നിട്ടുണ്ട്. ഈസ്റ്റ് ഡൽഹിയിലാണ് 6 സീറ്റുകളിലെ ലീഡ് വന്നിട്ടുള്ളത്. അവിടെ ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും 3-3 ബി ജെ പി 14 സീറ്റുകളിൽ 14 ഉയർന്നു അല്ലെ? ബി ജെ പി 14, ആം ആദ്മി പാർട്ടി 8, കോൺഗ്രസ് 1. ഇതാണ് നിലവിലെ കണക്ക്. 23 മണ്ഡലങ്ങളിലെ പല സൂചനകൾ പുറത്തു വരുമ്പോൾ ആം ആദ്മി പാർട്ടി 8, ബി ജെ പി 14, കോൺഗ്രസ് 1. ഏതാണ്ട് ഇപ്പോഴത്തെ സൂചന അനുസരിച്ച് ആം ആദ്മി പാർട്ടിയേക്കാൾ ഏതാണ്ട് ഇരട്ടി സീറ്റ്, 15 സീറ്റായി. 15 ബി ജെ പി, 8 സീറ്റിൽ ആം ആദ്മി പാർട്ടി, 1 സീറ്റിൽ കോൺഗ്രസ്. ബി ജെ പിക്ക് 15 സീറ്റിൽ ലീഡ്, 13 അല്ല 15 സീറ്റുകളിലാണ് ബി ജെ പിയുടെ ലീഡ്. 15 സീറ്റിൽ ലീഡ്, 8 ആം ആദ്മി പാർട്ടി, 1 കോൺഗ്രസ് എന്നുള്ളതാണ്. തപാൽ വോട്ടുകൾ കഴിഞ്ഞു. തപാൽ വോട്ടുകളല്ല, ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ എണ്ണാൻ എടുത്തിരിക്കുകയാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ എണ്ണാൻ എടുത്തപ്പോഴാണ് ബി ജെ പി ഇപ്പോൾ 16 സീറ്റുകളിൽ ലീഡ്, 8 സീറ്റിൽ ആം ആദ്മി പാർട്ടി, 1 സീറ്റിൽ കോൺഗ്രസ്. 17ആയി ഉയർന്നു. പെട്ടെന്ന് ഫിഗർ മാറുകയാണ്. മധ്യവർഗം ആം ആദ്മി പാർട്ടിയെ കൈവിട്ടോ. ബി ജെ പി 17, ആം ആദ്മി പാർട്ടി 8, 1 സീറ്റിൽ കോൺഗ്രസ് എന്നുള്ളതാണ്. അതിലിപ്പോൾ 12 സീറ്റും ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളാണ് ബി ജെ പി ലീഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് 18ആയി എത്തിയിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 18, 8, 1 ഇല്ലേ പ്രധാനപ്പെട്ട സീറ്റുകളിൽ ഇപ്പോഴും ആം ആദ്മി പാർട്ടി പിന്നിലാണ്. കോൺഗ്രസ് ലീഡ്, സിസോദിയ പിന്നിൽ, കേജ്രിവാൾ പിന്നിൽ, അതീഷി പിന്നിൽ. 18, 8, 1 എന്നുള്ളതാണ് എടുക്കാൻ കഴിയും എന്നാണ് തോന്നുന്നു. കാരണം തപാൽ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞു. സ്വാഭാവികമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ഏതാണ്ട് ആം ആദ്മി പാർട്ടിയേക്കാൾ ഇരട്ടി സീറ്റ് ബി ജെ പിക്കുണ്ട്. 18 സീറ്റിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നു. ആം ആദ്മി പാർട്ടി 8 സീറ്റ്, കോൺഗ്രസ് 1 സീറ്റ്. 27 സീറ്റുകളുടെ ഫലസൂചനകൾ വരുമ്പോഴുള്ള സാഹചര്യമാണിത്. ആം ആദ്മി പാർട്ടി 8, ബി ജെ പി 18, കോൺഗ്രസ് 1 എന്നാണ് നിലവിലെ കണക്കുകൾ. 18, 8, 1 തുടരുകയാണ്. ഇപ്പോഴും 18 സീറ്റ് എന്ന് പറയുമ്പോൾ 14 ആം ആദ്മി പാർട്ടി 19ആയി ഉയർന്നു. 19, 8, 1 എന്നുള്ളതാണ്. അതിൽ 19 എന്ന് പറയുമ്പോൾ 14 ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റാണ്. രാകേഷ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്നത് അല്ലേ? അതെ, ആം ആദ്മി പാർട്ടിയുടെ കാരണം 8 സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത്. അതിൽ ലക്ഷ്മി നഗർ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അവരുടെ എല്ലാ സീറ്റുകളും അവർ ഇപ്പോൾ പുറത്തു വന്നതനുസരിച്ച് ലീഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ കൈവശമുണ്ടായിരുന്ന പല സീറ്റുകളിലേക്കും കടന്നു കയറാൻ, പ്രത്യേകിച്ച് ന്യൂഡൽഹിയൊക്കെ നോക്കുകയാണെങ്കിൽ അതൊരു 20, 8, 1 29 സീറ്റുകളിലെ സൂചന വരുമ്പോൾ 20, 8, 1 ബി ജെ പി 20, ആം ആദ്മി പാർട്ടി 8, 1 കോൺഗ്രസ്. ഇപ്പോഴും ഡൽഹി PCC അധ്യക്ഷൻ ലീഡ് ചെയ്യുകയാണ് അല്ലെ ദേവേന്ദ്ര യാദവ് അല്ലെ? അതെ, കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടിയാലും ബോണസ് ആണ്. കാരണം കഴിഞ്ഞ 2 തവണയും സീറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ 1 സീറ്റിൽ ഇപ്പോൾ ഏതായാലും കോൺഗ്രസിന് ലീഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ 29 മണ്ഡലങ്ങളുടെ കണക്കുകൾ, 31 മണ്ഡലങ്ങളുടെ കണക്കുകൾ പുറത്തു വരുമ്പോൾ ബി ജെ പി 20, ആം ആദ്മി പാർട്ടി 10, കോൺഗ്രസ് 1. അതായത് ബി ജെ പിക്ക് 20 സീറ്റ് നിലവിലുണ്ട്. ആം ആദ്മി പാർട്ടി 10 സീറ്റുകൾ ഒതുങ്ങുമ്പോൾ ഇത് കൃത്യമായി തപാൽ വോട്ടല്ലേ ഇത്? തപാൽ വോട്ടിന്റെ കഴിഞ്ഞു. ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളാണ് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. അതിലാണ് ബി ജെ പിയുടെ ലീഡ് 20ആയി ഉയർന്നിരിക്കുകയാണല്ലേ? 20, 10, 1 എന്നുള്ളതാണ്. ഇപ്പോഴും അരവിന്ദ് കേജ്രിവാൾ പിന്നിലാണ്, മനീഷ് സിസോദിയ പിന്നിലാണ്, അതീഷി പിന്നിലാണ്. 3 പ്രമുഖരായ നേതാക്കൾ ഇപ്പോഴും പിന്നിലാണ്. 20, 10, 1 എന്ന് പറയുമ്പോൾ അതിൽ 20ൽ 15 ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റാണ്. 21ആയി ഉയർന്നിരിക്കുകയാണ്. 10, 1 എന്നുള്ളതായി മാറിയിരിക്കുകയാണ്. 22 സീറ്റുകളുടെ പല സൂചനകൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ ബി ജെ പി 21, ആം ആദ്മി പാർട്ടി 10, കോൺഗ്രസ് 1. ഇതൊരു ട്രെൻഡായി കണക്കാക്കാമെന്ന് തോന്നുന്നു. അത് ഏതാണ്ട് പകുതിയോളം സീറ്റുകളിലെ സൂചന വരികയാണ്. 70ൽ 32 ലീഡ് നില ഇപ്പോൾ വന്നു കഴിഞ്ഞു. അതിലാണ് 21 സീറ്റുകളായിട്ട് ബി ജെ പിയുടെ ലീഡ് കൂടിയിരിക്കുന്ന. ആം ആദ്മി പാർട്ടി 10, 1 സീറ്റിൽ കോൺഗ്രസ് എന്നുള്ളതാണ്. ഇപ്പോഴും പ്രമുഖരായ ബി ജെ പി നേതാക്കളെല്ലാം മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അതേസമയം മന്ത്രിമാർ പോലും, മുഖ്യമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഒക്കെ പിന്നിട്ട് നിൽക്കുകയാണ്. അരവിന്ദ് കേജ്രിവാൾ പിന്നിലാണ്. ഇപ്പോഴും അപ്ഡേറ്റ് ആണ്. ന്യൂഡൽഹി മണ്ഡലത്തിലെ സൂചനകൾ ഓരോ നിമിഷവും പെട്ടെന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂഡൽഹി മണ്ഡലം, രാജ്യം ഉറ്റുനോക്കുന്ന ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കേജ്രിവാൾ ഇപ്പോഴും പിന്നിട്ട് നിൽക്കുകയാണ്. അവിടെ പർവേഷ് വർമ്മ, ബി ജെ പിയുടെ പർവേഷ് വർമ്മ ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 21, 10, 1 എന്നായിട്ട് കൗണ്ട് മാറിയിരിക്കുകയാണ്. 21 സീറ്റിൽ ബി ജെ പി, 10 സീറ്റിൽ ആം ആദ്മി പാർട്ടി, 1 സീറ്റിൽ കോൺഗ്രസ് എന്നുള്ളതാണ്.
21-10-1 32 സീറ്റുകളുടെ ഫലസൂചനകളാണ് ഇപ്പോൾ ആദ്യ 32 മിനിറ്റ് വോട്ടെണ്ണൽ ആരംഭിച്ച ആദ്യ 32 മിനിറ്റുകൾ പിന്നിടുമ്പോൾ പുറത്തു വരുന്നത്. അതിൽ ആം ആദ്മി പാർട്ടി 10, BJP 21, കോൺഗ്രസ് മോത്തി 1. നഗർ ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റ് ആണല്ലോ, അവിടെ ഇപ്പോൾ BJP ലീഡ് ചെയ്യുകയാണ് അല്ലെ? അതെ, മോത്തി നഗർ ന്യൂഡൽഹി അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടിയുടെ സീറ്റ്, അവിടെയും BJP ലീഡ് ചെയ്യുന്നു. ജൻപുരയിൽ BJP സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു. രമേശ് ബിദൂടി കൽക്കാജിയിൽ ലീഡ് ചെയ്യുന്നു. കോൺഗ്രസിന് നിലവിൽ ലീഡുള്ള മണ്ഡലം എന്ന് പറയുന്നത് ബാദ്രിയാണ്. അവിടെ ദേവേന്ദ്ര യാദവ് PCC അധ്യക്ഷനാണ്, അദ്ദേഹം ലീഡ് ചെയ്യുന്നു. പാലം മണ്ഡലത്തിൽ അവിടെ ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റാണ്, അവിടെ BJP ലീഡ് ചെയ്യുന്നു. സദർ ബസാർ ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റാണ്, അവിടെ BJP ലീഡ് ചെയ്യുന്നു. 22 BJPയുടെ ലീഡ്. 10 ആം ആദ്മി പാർട്ടി, 1 സീറ്റിലാണ് കോൺഗ്രസ്. അതിൽ BJP പ്ലസ് എന്ന് പറയുന്നത് 19 സീറ്റുകൾ അല്ലേ? 18 സീറ്റുകൾ BJPക്ക് പ്ലസ് ആണ്. ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളാണ് 18, അവിടെയാണ് 22 സീറ്റുകൾ BJP ലീഡ് ചെയ്യുന്നത്. 4 സിറ്റിംഗ് സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുന്നു. അങ്ങനെ 22-10-1 എന്നുള്ളതായി മാറിയിരിക്കുകയാണ്. ഇപ്പോഴും കൽക്കാജിയിൽ ഇപ്പോഴും ആം ആദ്മി പാർട്ടിയുടെ സീറ്റ് അതീഷ് മത്സരിക്കുന്നു, അവിടെ BJP ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ്. അതായത് കൽക്കാജി, അതുപോലെ തന്നെ ന്യൂഡൽഹി, അതുപോലെ ജൻപുര, ഈ 3 VVIP മണ്ഡലങ്ങളിലും ലീഡ് ചെയ്യുന്നത് ഇപ്പോഴും BJP എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡൽഹിയിൽ നിന്നുകൊണ്ട് ഒരു എക്സാമ്പിൾ മാൾവിയ നഗർ, അതും ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റാണ്, അവിടെയും BJP ലീഡ് ചെയ്യുകയാണ് അല്ലെ? ആദ്യഘട്ടത്തിൽ അവിടെ ആം ആദ്മി പാർട്ടിക്കാണ് ലീഡ് ഉണ്ടായിരുന്നത്. സോംനാഥ് ഭാരതിയാണ് മാൾവിയ നഗറിൽ ലീഡ് ചെയ്യുന്നതെങ്കിൽ ലീഡിലേക്ക് വന്നിരിക്കുന്നതാണ് പ്രധാന. അങ്ങനെ ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ പുറകിൽ പോകുന്ന സാഹചര്യമുണ്ട്. അതിൽ സത്യേന്ദ്ര ജെയിനും ഒപ്പം തന്നെ സൗരവ് ഭരദ്വാജുമാണ് പ്രധാനപ്പെട്ട നേതാക്കളിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. ബാക്കി 4 പേര് ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റ്, അവിടെ ആം ആദ്മി പാർട്ടി തന്നെ ലീഡ് ചെയ്യുകയാണ്. ഷാപൂർ ബസ്തി, അവിടെ ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റ്, അവിടെ അവർ തന്നെ ലീഡ് ചെയ്യുന്നുണ്ട് അല്ലെ? ഈ 2 കാര്യങ്ങളിൽ സത്യേന്ദ്ര ജെയിൻ ലീഡ് ചെയ്യുന്നു. മുൻ മന്ത്രിയാണ് അദ്ദേഹം, ED കേസിൽ അദ്ദേഹം അറസ്റ്റിലായതാണ്, അടുത്തിടെയാണ് ജാമ്യത്തിൽ വന്നതൊക്കെ. അപ്പോൾ അദ്ദേഹം പക്ഷേ ആ മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം മറ്റു മുൻനിര നേതാക്കളൊക്കെ പിന്നിൽ പോകുമ്പോഴാണ് സത്യേന്ദ്ര ജെയിൻ ഷഗൂർ ബസ്തിയിൽ ലീഡ് ചെയ്യുന്നത്. ഒപ്പം BJP എടുക്കുകയാണെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രത്യേകിച്ച് ഈ 2 മുൻ MP-മാരാണ് ഇത്തവണ സീറ്റ് നൽകാത്ത വ്യക്തികളാണ്, പർവേഷ് വർമ്മയും ഒപ്പം തന്നെ രമേശ് ബിദൂടിയും. ആ 2 പേരെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആ 2 പേരും പ്രധാനപ്പെട്ട 2 നേതാക്കൾക്കെതിരെ ഈ ആദ്യഘട്ടത്തിൽ ലീഡ് ചെയ്യുന്നു. 23-10-1 എന്നുള്ളതായി മാറിയിരിക്കുകയാണ്. ഇപ്പോഴും ന്യൂഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ പിന്നിലാണ്. ആം ആദ്മി പാർട്ടിയുടെ കൗണ്ട് 11 ആയിട്ടുണ്ട്. 23-12 ആയിട്ടുണ്ട് ആം ആദ്മി പാർട്ടിയുടെ. കോൺഗ്രസ് 1 സീറ്റിൽ 23-12-1 എന്നുള്ളതായിരിക്കുകയാണ് ആ ട്രെൻഡ്. മംഗൾപുരിയിൽ BJP ലീഡ് ചെയ്യുന്നു. 23-12-1 പകുതി സീറ്റുകളുടെ സൂചന വന്നപ്പോഴാണ് ഇത്. 36 സീറ്റുകളിലെ സൂചന ഇപ്പോൾ വന്നിരിക്കുന്നു. 24 BJPയുടെ കൗണ്ട് ഉയർന്നിട്ടുണ്ട്. 24-12-1 എന്നുള്ളതാണ്. 24 സീറ്റിൽ BJP ലീഡ്, അതായത് ആം ആദ്മി പാർട്ടിയേക്കാൾ ഇരട്ടി സീറ്റുകളിൽ BJP ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ്. കൽക്കാജിയിൽ നിന്ന് പുതിയൊരു അപ്ഡേറ്റ്, BJP തന്നെ ലീഡ് ചെയ്യുകയാണ്. അതായത് അതീഷ് ഇപ്പോഴും പിന്നിലാണ്. ഒരു സമയത്ത് പോലും ഡൽഹി മുഖ്യമന്ത്രി അതീഷ് സിംഗിന് ലീഡ് ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും പിന്നിലാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ന്യൂഡൽഹിയിൽ ഇതുവരെ ഒരു സമയത്ത് പോലും അരവിന്ദ് കെജ്രിവാളിന് ലീഡ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അവിടെ ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത് BJP ആണ്. അവിടെ മനീഷ് സിസോദിയുടെ കാര്യത്തിലും സമാനമായ കാര്യം തന്നെയാണ്. അദ്ദേഹത്തിനും ഇതുവരെ ലീഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം ആദ്യം മുതൽ പിന്നിലാണ്. BJP ആണ് അവിടെ മുന്നിട്ട് നിൽക്കുന്നത്. 24 ആയിട്ടുണ്ട് BJPയുടെ. 24-12-1 എന്നായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ 37 സീറ്റുകളിലെ ലീഡ് വരുമ്പോഴാണ് 24 സീറ്റുകളിൽ BJP 12 സീറ്റുകൾ